നാട്ടുവിശേഷങ്ങളിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം. കലാലയങ്ങളിൽ, നമ്മുടെ നാട്ടിലെ കലാലയങ്ങളിൽ ജാതി ഗുണ്ടകൾ വിലസുമ്പോൾ സ്വാതന്ത്ര്യം ലഭിച്ച് 75 വർഷം പിന്നിടുമ്പോഴും രാജ്യത്ത് ജാതീയ വംശീയ അധിക്ഷേപങ്ങൾ നിലനിൽക്കുന്നത് ആശങ്കാജനകമാണെന്ന വെൽഫെയർ പാർട്ടി ജില്ലാ പ്രസിഡന്റ് നാസർ. രോഹിത് വെർമൂലയുടെ ആത്മഹത്യയ്ക്ക് ശേഷമാണ് ഇന്ത്യൻ ക്യാമ്പസുകളിലെ ജാതീയ വംശീയ അധിക്ഷേപങ്ങളുടെ ഭീകരത പുറത്തറിഞ്ഞതെന്നും നാസർ പറഞ്ഞു. ക്യാമ്പസുകളിലെ ജാതീയ വംശീയ വിവേചനങ്ങൾ അവസാനിപ്പിക്കുക, കേരളത്തിൽ രോഹിത് ആക്ട് നടപ്പിലാക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ച ഫ്രറ്റേണിറ്റി സംസ്ഥാന പ്രസിഡന്റ് ഗഫൂർ നയിക്കുന്ന സമരജാഥ സ്വീകരണം നാസർ ഉദ്ഘാടനം ചെയ്തു. ഉത്തരേന്ത്യയിൽ മാത്രമല്ല, നവോത്ഥാനത്തിന് പേരുകേട്ട കേരളത്തിലെ ക്യാമ്പസുകളിലും ജാതീയ വംശീയ രാഷ്ട്രീയ അധിക്ഷേപങ്ങൾ തുടരുകയാണ്. കേരളത്തിലെ അധിക്ഷേപങ്ങളുടെയും അവഹേളനത്തിൻ്റെയും ഇരകളാണ് വയനാട് വെറ്റിനറി കോളേജിലെ സിദ്ധാർത്ഥും അഞ്ചരക്കണ്ടി കോളേജിലെ രോഹിതും. അധ്യാപകർ പോലും ജാതി വെറികൾക്ക് കൂട്ടുനിൽക്കുന്നുവെന്നത് ലജ്ജാകരമാണ്. ഇതിനിടയാക്കുന്നത് ഭരണകൂട ഭീകരതയാണ്. ക്യാമ്പസുകളിൽ ജാതി വംശീയ വെറികൾക്ക് നിരോധനം ഏർപ്പെടുത്തണം. എല്ലാവർക്കും പഠിക്കാനും പോരാടാനുമുള്ള അവസരമുണ്ടാക്കണമെന്നും നാസർ പറഞ്ഞു. ഫ്രറ്റേണിറ്റി ജില്ലാ പ്രസിഡന്റ് സമ്മത് പുതുപ്പള്ളിത്തെരുവ് അധ്യക്ഷത വഹിച്ചു. ജാഥ ക്യാപ്റ്റൻ നവും ഇം ഗഫൂർ, വെൽഫെയർ പാർട്ടി ജില്ലാ വൈസ് പ്രസിഡന്റ് സുലൈമാൻ, ആൾക്കൂട്ട കൊലപാതകത്തിൻ്റെ ഇരയായ മധുവിൻ്റെ അമ്മ മല്ലിക, ദളിത് ആക്ടിവിറ്റീസ് മായാണ്ടി, കാർത്തികേയൻ മംഗലം, അജിത് കൊല്ലങ്കോട്, ഫ്രറ്റേണിറ്റി ഭാരവാഹികളായ റസീന, നൌഷാദ് മണ്ണൂർ എന്നിവർ സംസാരിച്ചു. 5 വിളക്ക് പരിസരത്തു നിന്നും ആരംഭിച്ച പ്രകടനത്തിന് ശേഷം സ്റ്റേഡിയം സ്റ്റാൻഡ് പരിസരത്തായിരുന്നു സ്വീകരണ യോഗം സംഘടിപ്പിച്ചത്. വളരെ ശക്തമായ ഒരു പ്രകടനമായിരുന്നു ഉണ്ടായിരുന്നത്. ഹോസ്റ്റൽ റൂമുകൾ അനുവദിക്കാത്തവർ കുറ്റവാളികളായി മാറണം. മെസ്സിൽ വ്യത്യസ്ത ഭക്ഷണങ്ങൾ കൊടുക്കുന്നവർ കുറ്റവാളികളായി മാറണം. അങ്ങനെ വിദ്യാർത്ഥികൾക്ക് മത്ത് ധരിക്കാനുള്ള അവകാശങ്ങൾ നിഷേധിക്കാത്തവർ കുറ്റവാളികളായി മാറണം. പർദ്ദ ധരിക്കുന്ന വിദ്യാർത്ഥികളെ ചാക്കിനകത്ത് കയറിയിരിക്കുന്നവരെന്ന് ആക്ഷേപിക്കുന്നവർ കുറ്റവാളികളായി മാറണം. കുറ്റവാളികളായി മാറണമെങ്കിൽ എന്ത് വേണം? നിയമം വേണം. ആ നിയമത്തിന്റെ അഭാവത്തിൽ ഇവിടെയുള്ള ജാതിവാദികൾ, അനീതിക്ക് നേതൃത്വം നൽകുന്നവർ ഈ നാട്ടിൽ വിളയാടിക്കൊണ്ടിരിക്കുന്ന സാഹചര്യത്തിൽ ഇതിന്റെ നീതിക്ക് വേണ്ടി, ഫാത്തിമ ലത്തീഫിന്റെ നീതിക്ക് വേണ്ടി, രോഹിത് മുലയുടെ നീതിക്ക് വേണ്ടി ഞങ്ങൾ നടത്തിയ പോരാട്ടത്തിന്റെ തുടർച്ചയിൽ ഈ നാടിന്റെ ഭരണകൂടത്തോട് ഞങ്ങൾ ആവശ്യപ്പെടുന്നത് നിയമനിർമ്മാണത്തിന്റെ ശക്തിയാണ്, നിയമനിർമ്മാണത്തിന്റെ പോരാട്ടമാണ്. ഈ നിയമ പോരാട്ടങ്ങൾക്ക് ആദ്യഘട്ടത്തിൽ ഞങ്ങൾ കേരളത്തിന്റെ സെക്രട്ടേറിയറ്റ് പടിക്കൽ സമരം നടത്തിയിരുന്നു. രണ്ടാമത്തെ ഘട്ടത്തിൽ കേരളത്തിന്റെ മുന്നണികളോട് ഞങ്ങൾ പ്രകടന പത്രികയിൽ ഇതിനെ ഉന്നയിക്കണമെന്ന് ആവശ്യപ്പെട്ടിരുന്നു. കേരളത്തിൽ വി.ഡി. സതീശൻ എന്ന് പറയുന്ന അങ്ങനത്തെ പ്രതിപക്ഷ നേതാവിനെ കാണുകയും ഞങ്ങൾ നടത്തിയ പോരാട്ടത്തിന്റെ തുടർച്ചയിൽ, ഞങ്ങളുടെ പൂർവികന്മാർ നടത്തിയ ജയിൽ ത്യാഗത്തിന്റെ തുടർച്ചയിൽ, ഞങ്ങളുടെ പ്രിയപ്പെട്ട പോരാളികളെ അനുഭവിച്ച ലാത്തിയടിയുടെ കരുത്തിൽ ഞങ്ങൾ കേരളത്തിന്റെ അന്നത്തെ പ്രതിപക്ഷ നേതാവിനോട് ഇതിന്റെ ആവശ്യം ഉന്നയിച്ചിരുന്നു. ആ ആവശ്യത്തെ അദ്ദേഹം കേട്ടിരുന്നു. പക്ഷേ ഭരണകൂടത്തിലേക്ക് എത്തിയപ്പോ വി.ഡി. സതീശന് നിവേദനം കൊടുത്ത് ഞങ്ങൾ ഭരണം ചെയ്ത് സത്യപ്രതിജ്ഞ അധികാരത്തിലേറിയപ്പോ വടശ്ശേരി ദാമോദര മേനോനായിട്ടുള്ള മാറിക്കഴിഞ്ഞ ഒരു സർക്കാരിനോട് ഞങ്ങൾക്ക് പറയാനുള്ളത്, വി.ഡി. സതീശനിൽ നിന്ന് ദാമോദര മേനോൻ സതീശനിലേക്ക് നിങ്ങൾ മാറിയാലും ശരി, ഈ തെരുവിന്റെ കരുത്തിൽ രോഹിത് ആക്ട് നിങ്ങൾ നടപ്പിലാക്കിയെടുക്കുന്നത് ചെയ്യുമെന്നാണ് ഈ സർക്കാരിനോട് ഞങ്ങൾക്ക് പറയാനുള്ളത്. നീതിക്ക് വേണ്ടി പോരാടാൻ തന്നെ ചെയ്യും. എല്ലാവർക്കും ഞാൻ പോരാടും. ഒരാൾക്ക് മാത്രം ഞാൻ പോരാടില്ല, എല്ലാവർക്കും വേണ്ടിയിട്ട് ഞാൻ പോരാടും. നാട്ടിലെ വാർത്താ സ്പന്ദനങ്ങൾ ഞങ്ങൾ ജനങ്ങളിലേക്കും അധികാരികളിലേക്കും എത്തിക്കുന്നു.